കാലത്തിന്റെ കവിൾത്തടത്തിലെ കണ്ണുനീർ തുള്ളി എന്നാണ് രവീന്ദ്രനാഥ ടാഗോർ താജ്മഹലിനെ വിശേഷിപ്പിച്ചത്. ഉത്തർപ്രദേശിലെ ആഗ്രയിൽ യമുനാ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന താജ്മഹൽ മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തന്റെ ഭാര്യയായ മുംതാസിന്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച ലോകാത്ഭുതം കൂടിയാണ്. കാൽനൂറ്റാണ്ടിനടുത്ത് സമയമെടുത്ത് വെണ്ണക്കല്ലിൽ പൂർത്തിയാക്കിയ താജ്മഹൽ പിന്തുടർന്നു നിൽക്കുന്നത് ഒരൊറ്റ വാസ്തുവിദ്യയല്ല, പേർഷ്യൻ, ഓട്ടോമൻ, ഇന്ത്യൻ, ഇസ്ലാമിക് വാസ്തുവിദ്യകളുടെ ഏറ്റവും മികച്ച കൂടിച്ചേരൽ ഏതാണ് എന്നതിനുള്ള ഉത്തരമാണ് താജ്മഹൽ. കഥകളോടൊപ്പം തന്നെ കെട്ടുകഥകളും വിശ്വാസങ്ങളും താജ്മഹലിനെ ചുറ്റി നിൽക്കുന്നു. കെട്ടിടത്തിന്റെ വശങ്ങൾ വെളുത്ത മാർബിളിൽ സങ്കീർണമായ കൊത്തുപണികളും അറബിക് ലിപിയിലുള്ള കലിഗ്രാഫിയിൽ അലങ്കരിച്ചിരിക്കുന്നു. പ്രധാന കവാടത്തിലൂടെ കടന്നാൽ ശവകുടീരത്തിന്റെ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന മുംതാസ് മഹലിന്റെ ശവകുടീരം കാണാം. ഷാജഹാന്റെ ശവകുടീരം പിന്നീട് അവളുടെ അരയിൽ ചേർത്തു. ശവകുടീരങ്ങളെ അലങ്കരിക്കുന്ന സങ്കീർണമായ പൂക്കൾ, കൊത്തുപണിയും അർത്ഥവിലയേറിയ കല്ലുകളുമെല്ലാം തന്നെ ഇവിടെ പതിച്ചിട്ടുണ്ട്. താജ്മഹലിന്റെ മനോഹരമായ പൂന്തോട്ടങ്ങളും പ്രശസ്തമാണ്. മൂന്ന് വശങ്ങളിലും ഔപചാരികമായി രൂപകൽപ്പന ചെയ്ത പൂന്തോട്ടങ്ങളുമുണ്ട്. അവ 4 ജലധാരകളാൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. പൂന്തോട്ടങ്ങളിൽ ഫൗണ്ടനുകൾ, കുളങ്ങൾ, താമരക്കുളങ്ങൾ, വൃക്ഷങ്ങളുടെയും പൂക്കളുടെയും വിശാലമായ ശേഖരം എന്നിവ ഉൾപ്പെടുന്നു. താജ്മഹൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. അതിന്റെ സൗന്ദര്യവും ചരിത്രപരമായ പ്രാധാന്യവും കാരണം ഇത് ഇന്ത്യയുടെയും മുഗൾ സാമ്രാജ്യത്വത്തിന്റെയും സാംസ്കാരിക പൈതൃകത്തിന്റെ ശക്തമായ പ്രതീകവും ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ നാട്ടിലെ നമ്മുടെ വാർത്തകൾ അറിയാൻ EN24 സബ്സ്ക്രൈബ് ചെയ്യുക.